പത്തനംതിട്ട പോക്സോ കേസിൽ 2 പേർ കൂടി അറസ്റ്റിൽ. പെൺകുട്ടിയുടെ നാട്ടുകാരനും സഹപാഠിയുമാണ് അറസ്റ്റിലായത്. ഇതോടെ അറസ്റ്റിലായവരുടെ എണ്ണം 46 കേസിൽ ആകെ 58 പ്രതികളാണ് ഉള്ളത്. അതേസമയം പ്രതികളെ നാട്ടിലെത്തിക്കാൻ ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിക്കുമെന്ന് പത്തനംതിട്ട ഡിവൈഎസ്പി എസ് നന്ദകുമാർ അറിയിച്ചു. കേസിൽ ആകെ 60 പ്രതികളുണ്ടെന്നും അതിൽ 5 പ്രതികൾ 18 വയസ്സിൽ താഴെയുള്ളവരാണെന്നും ഡിവൈഎസ്പി പറഞ്ഞു. വിവരങ്ങളുമായി മിഥുൻ മുരളി ചേരുന്നുണ്ട്. മിഥുൻ, ഇതിനോടകം 46 പ്രതികളാണ് പിടിയിലായിട്ടുള്ളത്. വിവരങ്ങൾ. നീലിമ, ഈ പ്രതിപ്പട്ടിക സംബന്ധിച്ച് പോലീസ് ഔദ്യോഗികമായിട്ടുള്ള ഒരു വിവരം നൽകുകയാണ്. 60 പ്രതികളാണ് കേസിൽ ഉള്ളത്. ഇതിൽ ഒന്നിലധികം കേസുകളിൽ ഉൾപ്പെട്ടിരിക്കുന്ന പ്രതികളുമുണ്ട്. അങ്ങനെ ഇനി 9 പ്രതികളാണ് പിടിയിലാകാനുള്ളത്. 46 പ്രതികളെ പോലീസ് ഇതിനോടകം തന്നെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. 9 പ്രതികൾ, അത് നേരത്തെ FIR ഇട്ട 31 FIRകളിൽ ഒരേ കേസുകളിൽ തന്നെ ഒന്നിലധികം കേസുകളിൽ പ്രതികൾ ഉൾപ്പെടുകയും ചെയ്തിരിക്കുന്ന കണക്കനുസരിച്ചാണ് ആകെ 60 പ്രതികൾ എന്നുള്ള കണക്കിലേക്ക് എത്തിയിരിക്കുന്നത്. വിദേശത്ത് 2 പ്രതികളുണ്ട്. ഇവരെ നാട്ടിലേക്ക് കൊണ്ടുവരുന്നതിനായി ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിക്കും. ഇതിന്റെ നടപടികളും പൂർത്തിയായിട്ടുണ്ട്. ചെന്നൈയിൽ നിന്നുമാണ് ഒരാൾ അറസ്റ്റിലായിരിക്കുന്നത്. നിലവിൽ 4 പോലീസ് സ്റ്റേഷനുകളാണ് 31 FIRകൾ ആകെ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. പത്തനംതിട്ട, ഇലവന്തിട്ട, പന്തളം, മലയാലപ്പുഴ ഇങ്ങനെ 4 സ്റ്റേഷനുകളിലായിട്ട് 46 പ്രതികൾ ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നു. കൂടുതൽ ആളുകളുടെ ചോദ്യം ചെയ്യലുകളും പുരോഗമിച്ചു വരുന്നുണ്ട്. വരും മണിക്കൂറുകളിൽ ഈ വിദേശത്തുള്ള പ്രതികൾ ഒഴികെയുള്ള ആളുകളുടെ അറസ്റ്റുകളും ഉണ്ടാകുമെന്നാണ് അന്വേഷണ ചുമതലയുള്ള പത്തനംതിട്ട ഡിവൈഎസ്പി എസ് നന്ദകുമാർ വ്യക്തമാക്കിയിരിക്കുന്നത്. പെൺകുട്ടിയുടെ ആരോഗ്യനിലയും സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളിൽ തൃപ്തികരമാണ് എന്നുള്ള വിവരവും അദ്ദേഹം പങ്കുവയ്ക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു ഷെൽട്ടർ ഹോമിലാണ് പെൺകുട്ടിയെ പാർപ്പിച്ചിരിക്കുന്നത്. ആരോഗ്യസ്ഥിതിയിലൊന്നും ആശങ്കാവഹമായിട്ടുള്ള സ്ഥിതിവിശേഷമൊന്നുമില്ല എന്നുള്ള കാര്യം അദ്ദേഹം പങ്കുവയ്ക്കുന്നുണ്ട്. വരും ദിവസങ്ങളിൽ ഈ വിദേശത്തുള്ളവരെ കൊണ്ടുവരാനായിരിക്കും പോലീസ് തീവ്രശ്രമം നടത്തുക. നീലിമ. ശരി, പത്തനംതിട്ട പോക്സോ കേസിൽ 2 പേർ കൂടി അറസ്റ്റിലായി. ഇതോടെ 46 പേരാണ് പോലീസിന്റെ പിടിയിലായിരിക്കുന്നത്.